കുറച്ച് പൂട്ടിയ ഹോട്ടലിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാളുടെ വോയിസ് കേൾക്കാം. നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, പെരിന്തൽമണ്ണ പൂട്ടിപ്പോയ റെസ്റ്റോറന്റുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോ ആ വീഡിയോ കണ്ടു, നമുക്ക് പല ആളുകളും അതിന്റെ പേരിൽ കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോയ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 വർഷമായിട്ട് പിന്നെ അവിടെ ഉണ്ട്. ഇപ്പൊ നാളത്തെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. പക്ഷെ നിലവിൽ ഇപ്പൊ എങ്കിലും പൂട്ടിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഇത് പുറത്തു നോക്കിയാണ് കോൾ വരുന്നത്. അപ്പോൾ 1-2 ഹോട്ടലുകാർ ഞങ്ങൾ ഇനിയും തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം കുറച്ചുകൂടെ വിപുലമായിട്ട് അതിനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാദേശികമായിട്ട് വല്ല കടകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. അതുപോലെ ഇത് ഒരു സന്തോഷ വാർത്ത ഒന്നല്ല. ഒരു കട പൂട്ടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ നമ്മളെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഇൻഫർമേഷൻ. ആർക്കെങ്കിലും മാനസികമായ വല്ല വിഷമങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്നിനെ കുറിച്ചും ഞങ്ങൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയെല്ലാം ചെലവാക്കുമ്പോൾ അതിനു മുമ്പായി കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിജയിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. ആരെയും ഹർട്ട് ചെയ്യാനുള്ള ഒരു കാര്യവും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പം നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക. മറ്റുള്ള ഇത്തരം ഹോട്ടലുകളൊക്കെ തുടങ്ങുന്നവരെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സംരംഭം തുടങ്ങട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് ആ എപ്പിസോഡുകൾ ഒന്നുകൂടെ ഡ്രിം ചെയ്ത് കാണാം. ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് പൂട്ടിപ്പോയ കുറച്ച് റെസ്റ്റോറൻറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നെഹദി കുഴിമന്തിക്കാരുടെ വരെ കെയർ ഓഫിലുള്ള പൂട്ടിപ്പോയതിൻ്റെ ലിസ്റ്റ് അടക്കമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്, പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത്. അപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള ഒരു ചെറിയൊരു ലിസ്റ്റിങ് കുറച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ അടുത്ത് ഞാനിവിടെ വന്നതിന് ശേഷം, ഞാനിവിടെ 2024 ഫെബ്രുവരിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ജനുവരി പകുതി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇതുവരെയുള്ള ഒരു ഗ്രാഫ് വെച്ചിട്ട് അന്ന് മുതൽ റണ്ണിങ്ങിൽ ഉണ്ടായിരുന്നതും അടച്ചു പൂട്ടി പുതിയതായിട്ട് തുറന്നതും അല്ല പൂട്ടിയിട്ട് പിന്നെ തിരിച്ച് തുറക്കാത്തതുമായിട്ടുള്ള ഒരു കുറച്ച് റെസ്റ്റോറൻറ്റുകളുടെ ചിത്രങ്ങളും ഡീറ്റെയിൽസുമാണ് ഞാനിവിടെ തരുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ നിന്നിട്ട് ഇത് ചെയ്യണം, ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇൻഡസ്ട്രിയിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും കാണേണ്ട കുറേ കാര്യങ്ങൾ ഞാനിതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് സജസ്റ്റ് ചെയ്യാനും പറ്റും, മറ്റുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കാനും പറ്റും. അത്രയും കണ്ടന്റുകൾ നമ്മളിതിനകത്ത് ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏകദേശം 10ഓളം ഷോപ്പുകളിലെ ഒരു ചെറിയ ടൗണ്, അതിനകത്തുള്ള ഇതാണ്. ഞാൻ കുറച്ച് കടകൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിലും ഞാൻ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നെഹദി കുഴിമന്തിയുടെ കെയർ ഓഫിലുള്ള ക്ലബ് ഡൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലബ് ഡൈനിന്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടിട്ടാണ് അവർ അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നമ്മളെ പെരിന്തൽമണ്ണയിൽ തലശ്ശേരി സ്നാക്സിന്റെ വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ ചായക്കട ഈ ഒരു ആംബിയൻസിൽ ഇട്ടോ. പെരിന്തൽമണ്ണ പുതുതായിട്ട് ആരംഭിക്കാൻ പോണ ക്ലബ് ഡൈൻ ഉണ്ട്. അവർ ഓപ്പൺ ചെയ്യാൻ പോണ ജനുവരി 5-ാം തീയതി. അതിന് മുന്നോടിയായിട്ട് ചായക്കട സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് കണ്ടു. ഫുള്ള് വെറൈറ്റി സ്നാക്സും ഞങ്ങൾ ഇവിടെ കണ്ടില്ലേ നിങ്ങള് ക്ലബ് ഡൈൻ. ഈ ക്ലബ് ഡൈന് നിരവധി ബ്ലോഗേഴ്സിനെ കൊണ്ടും പെരിന്തൽമണ്ണ ഗ്രൂപ്പ്സ്, പെരിന്തൽമണ്ണ അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന പരമാവധി എല്ലാ ബ്ലോഗേഴ്സിനും കൊണ്ടുവന്നിട്ട് നെഹദി കുഴിമന്തിക്കാരാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് അവിടുന്ന് അറിയാൻ സാധിച്ചത്. ഇതെന്തുകൊണ്ടാണ് പൂട്ടി എന്നുള്ള അന്വേഷിച്ച് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നെഹദിയിൽ പോകാൻ മന്തി കഴിക്കാനാണെങ്കിൽ ഞങ്ങൾ തന്നെ ആണെന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് വന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് ഞാൻ നെഹദി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നെഹദിയെ സംബന്ധിച്ച് നെഹദി കുഴിമന്തി നല്ല സ്ട്രാറ്റജിക്കലായിട്ട് അവര് അൺലിമിറ്റഡ് മന്തി റൈസ് എന്നുള്ള ഒരു സംഭവം, അതും ലോകം അവർ തുടങ്ങുന്ന കടയുടെ ചുറ്റും ചുരുങ്ങിയത് 5 കിലോമീറ്ററിൽ ഒരൊറ്റ സ്ഥലം ഒഴിവില്ലാതെ അവർ പോസ്റ്റർ ഒട്ടിച്ച് മറ്റേ പ്ലാസ്റ്റിക് ബോർഡിൽ പ്രിന്റ് ചെയ്ത് വെച്ച് അൺലിമിറ്റഡ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവരൊരു ബിസിനസ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത്.
പുതുതായിട്ട് തുടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ നല്ല പാർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഒരു 10, 150, 200 പേർക്കുള്ള സീറ്റിങ്ങും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കുഴപ്പമില്ലാതെയാണ് പോകുന്നതാണ് എൻ്റെ അറിവ്. പക്ഷെ ഇതൊരു ഒരു വലിയ സംഖ്യ. കാരണം നിങ്ങൾ ആ കെട്ടിടം കണ്ടില്ലേ, ഡൈൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്, ഇത് ശരിക്കും അകത്ത് കയറി കഴിഞ്ഞ ഒരു കൊട്ടാരം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ടിൽ കുറച്ച് വീഡിയോ ഈ റൈറ്റ് സൈഡിൽ പഴയ വിഷ്വൽസിലൊക്കെ കാണാം, അല്ലെങ്കിൽ അവിടെ പോയ ആളുകൾക്ക് അറിയാം. അവിടെ കംപ്ലീറ്റ് മറ്റേ ടീ കൗണ്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ ചെലവാക്കിയിട്ട്, ഞാൻ അവിടെ അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞത് 25 ലക്ഷം രൂപ 25 പേര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു 7.5 കോടി രൂപയോളം പിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ ഇത്രയും നല്ല കട തുടങ്ങി. അവര് ആദ്യം ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസത്തോളം ആ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഷസുകൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവിടേക്ക് ആളെ പമ്പ് ചെയ്തു. കാരണം അത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഉള്ളിലും ഒരു പാർക്കിംഗ് അത്യാവശ്യം അറേഞ്ച് ചെയ്തിരുന്നു. പുറത്തൊരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം ആ വിഷ്വലിൽ തന്നെ കാണുന്നുണ്ട്, അതും അവർ ഒരുക്കിയിരുന്നു. അപ്പോൾ വളരെ വളരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി അവർ ചെയ്തത്. 6 മാസം. എന്തുകൊണ്ടാണ് അവർ പൊട്ടാൻ കാരണം എന്ന് മാത്രമല്ല, ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. ഈ ക്ലബ് ഡേ എന്ന് പറയുന്ന ആ നിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് 2-3 ടീമുകൾ നടത്തി പരാജയപ്പെട്ടു. അവർക്കത് ബിസിനസ്, അവിടെ ക്ലബ് ഡേനെ സംബന്ധിച്ച് പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരു ആംബിയൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നോക്കിയാൽ ഫാമിലി ആയിട്ട് പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തിൽ പെട്ടാണ് ഉള്ളത്. പറയണ്ടേ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയും, ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. അത്രയും നല്ല സ്ഥലവും, അത്യാവശ്യം നിങ്ങൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡിലേക്ക് ഷവായി ഇങ്ങനെ കിടന്ന് തിരികെ കാണാം. ഒരു 3 മറ്റേ വലിയ ഷവായുടെ മെഷീനറികൾ വെച്ചിട്ട് ചുരുങ്ങിയത് എപ്പോൾ നോക്കിയാലും ഒരു 75 മുതൽ ഒരു 150 കോഴി കറങ്ങണത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോഴി ഏകദേശം 500 രൂപയാണ് വില. അപ്പൊ തന്നെ 50,000 രൂപയുടെ അവിടെ സെയിൽ നടക്കും. കോഴിക്കൊരു 200 രൂപ 220 രൂപ, മസാല അടക്കണക്ക് 300 രൂപ പിടിച്ചോ. ഗ്യാസിലാണെങ്കിലും ബൾക്കായിട്ട് അടിക്കുമ്പോൾ കുറയും. ഒരു കോഴിയുടെ മുകളിൽ 250 റുപ്യാണെങ്കിലും 100 കോഴി അവിടെ മിനിമം പോകണ്ടെന്നാണ് എൻ്റെ അറിവ്. 25,000 രൂപ അവിടെ കിട്ടുന്നത്. പിന്നെ മറ്റുള്ള മന്തി മറ്റു കാര്യങ്ങൾ അങ്ങനെ പലതും റൈസുകളും ചൈനീസും ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഒരു മൾട്ടി ക്വസ്റ്റ്യൻ തന്നെ പറയാം. നല്ല സീറ്റിങ്, AC ഉണ്ട്, നോൺ AC ഉണ്ട്, ഇഷ്ടം പോലെ സീറ്റാണ്. നിറഞ്ഞു കവിയാൻ ബുദ്ധിമുട്ടാണ്, അത്രയും സീറ്റിംഗ് ഒക്കെ ഉള്ള കട. എന്നിട്ട് പോലും അവരത് പൊട്ടി. അപ്പൊ അവരവിടെ എഴുതി വെച്ചിട്ടുള്ളത് വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് റിപ്പയറിംഗ് നട്ട് എഴുതി വെച്ചിട്ടാണ് അത് ക്ലോസ് ചെയ്തത്. അപ്പൊ സത്യത്തില് ഇത്രയും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവരിതൊരിക്കലും ക്ലോസ് ചെയ്യില്ല. അപ്പൊ വലിയ ഷോപ്പ് നടത്തുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയാസ് എല്ലാം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിനുള്ള ആളുകൾ ഇട്ടിട്ടാണ് ഈ സംഭവം കുടുങ്ങിപ്പോകും. കാരണം ഒരു നല്ല മാന്യമായി സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 600 രൂപയിൽ കൊടുക്കേണ്ടി വരും. അവരെ അന്നത്തെ ആ ഒരു ചുറ്റുപാടനുസരിച്ചിട്ട് ചുരുങ്ങിയത് ഒരു 25-30 പേരില്ലാതെ പരിപാടി നടക്കില്ല. 30 പേർക്ക് അപ്പൊ തന്നെ 20,000 രൂപ കൊടുക്കണം. പിന്നെ അവന്റെ തീറ്റയും കൂടി ഭക്ഷണവും അവർക്കുള്ള താമസവും. അപ്പൊ 100 കോഴി വിറ്റ കാശ് അവിടെ പോയി, എവിടെ പോയി എന്നുള്ളത് മനസ്സിലായില്ലേ. പിന്നെ അത്രയും വലിയ ഷിപ്പും ഇത്രയും ഐറ്റം മെനു ആവുമ്പോൾ, കാരണം നമ്മൾ ഇനി മാറേണ്ടതുണ്ട്. കാരണം റീസണബിൾ പ്രൈസ് ഒരു 150 രൂപ 170 രൂപയ്ക്കൊക്കെ ബിരിയാണി ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ കട നഷ്ടം പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. സെൽഫ് സർവീസ് എന്നല്ലാതെ ഒരു ഒറ്റ ഓപ്ഷനും ഇല്ല. ചെയ്ത പണി കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. എന്നെ നിരവധി ആളുകൾ വിളിക്കാറുണ്ട്, ഈ സംഭവം അങ്ങനെ പ്രശ്നമാണ്, ചെയ്യും, ബിസിനസ് ഡള്ളാണ്. ബിസിനസ് ഉണ്ട് പക്ഷെ പ്രോഫിറ്റ് ഇല്ല, വീട് വെക്കേണ്ട അവസ്ഥയാണ്. ഈ പറയുന്ന ആളുകൾ 100 കിലോ ബിരിയാണി വരെ വെക്കുന്ന ടീമാണ് ടൈം വെച്ചിട്ട് ചോദിക്കുന്നത്. കാരണം അവർ ഇരുത്തിയിട്ട് സർവീസ് കൊടുക്കുകയാണ്. കുറെ ആൾക്കാർ ബില്ല് കൊടുക്കാണ്ട് പോവും, അതൊരു ഭാഗം. മറന്നു പോവും, അതൊരു ഭാഗം. പിന്നെ സ്റ്റാഫ്, ഇവർക്കൊക്കെ ചൂടുവെള്ളം പച്ചവെള്ളം ഇങ്ങനെ പറയുമ്പോൾ ഇത് എത്തിച്ചു കൊടുക്കണം. അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇത് സെൽഫ് സർവീസ് അല്ലാതെ ഒരു പരിഹാരം ഇതിനില്ല. ഇല്ലേ 340 രൂപയെങ്കിലും ഒരു ബിരിയാണിക്ക് മേടിച്ചാണ്, ഒരു ചിക്കൻ ബിരിയാണിക്ക്. എങ്കിൽ മാത്രമാണ് ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ കടകൾ ഇത് മുതലാവുള്ളൂ. കാരണം ഇത് സർവീസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ കൗണ്ടറിൽ നിന്ന് ഈ സാധനം ഇവിടെ എത്തിക്കണമെങ്കിൽ
ഒരു സംഖ്യയുടെ ആൾക്കാർ പണിക്ക് വേണം അവിടെ. എത്ര വലുപ്പം കൂടുന്നു അത്രയും ജോലിക്കാരെണ്ണം കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പോ ആകത്തുക ഞാൻ പറയണത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരു സ്ഥാപനമായിട്ടാണ് എൻ്റെ അറിവ്. ആ ഇട്ട ആളുകളുടെ മൊത്തം പൈസയും പോയി എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അവിടെ പോയി നേരിട്ട് അറിഞ്ഞപ്പോൾ അങ്ങനെ നെഹദിയുടെ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അതിശയോക്തിയാണ് ഉണ്ടായത്. പിന്നെ നാട്ടിലുള്ള പല ആളുകളോടും ചോദിച്ചപ്പോൾ അത് ശരിയാണെന്നും അറിയാൻ സാധിച്ചു. ഇത്രയും പൈസ ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുള്ള അവരൊരു പ്രസ്റ്റീജ് ഷോപ്പ് പോലെ ആയിരുന്നു അത്. ഒരിക്കലും പെരിന്തൽമണ്ണക്കാരോട് ചോദിച്ചാൽ പൂട്ടാൻ സാധ്യതയുള്ള കടയുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു കടയാണ്. അപ്പോ ഇതെന്താ പ്രശ്നം? നെഹദി കുഴിമന്തിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കുഴിമന്തി മട്ടനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്. ഇത് വിട്ട ഒരു സാധനം അവിടെ കൊടുക്കില്ല. പിന്നെ വല്ല മൊജിറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുള്ളൂ. അവിടെ പൊറോട്ട കഴിക്കാത്തവരാണോ നാട്ടുകാര്? അല്ല ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടാത്തവരാണോ? അതാണ് അതിന്റെ സിസ്റ്റം, മെനു. ഇതൊക്കെ അറിഞ്ഞ് ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ കെട്ടിന്റെ പണി പാല് വളർത്തി കിട്ടുമെന്ന് അറിയില്ല, അതേപോലെ കിട്ടും. ഇവിടെ കിട്ടില്ലേ? അപ്പോ നമ്മൾ അനലൈസ് ചെയ്യുക. ഹോട്ടൽ വ്യവസായത്തിലേക്ക് വരുന്നവര് എന്താണ്? ഞാനൊരു 800ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 200 വീഡിയോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിരുന്ന് കാണാം. കുറേ ടോപ്പിക്സുകൾ, ചെറിയ ടോപ്പിക്സ് 3 മിനിറ്റ് 5 മിനിറ്റിൽ പറയുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടൊരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ വലിയ ബിസിനസ്സുകാര്, കോടിപതിമാരായിട്ടുള്ള ആളുകളുടെ വരെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ ഇതേപോലെയുള്ള ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് മുന്നേ അതെന്താണെന്നുള്ളത് റിയലിസ്റ്റിക്കായി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർ ചെയ്യാറുള്ളൂ. നമ്മളെ നാട്ടിലാണ് കുറച്ച് പൈസ ഉണ്ട്, ഈ പൈസ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാതെ നമ്മളെ നാട്ടുകാർക്ക് സമാധാനം കിട്ടില്ല. നിങ്ങൾ പല സ്ഥലത്തും ഹോട്ടലിൽ സെക്കൻഡ്സ് വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം സെക്കൻഡ്സ് സാധനങ്ങൾ അവിടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു. എന്താ കാരണം? അത് നടത്തണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും മറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന കടകളുണ്ട്, അപ്പൊ ഫൈൻ അടിച്ചു കളയും. പിന്നെ അതിന്റെ കൃത്യമായ എന്തെങ്കിലും ഡ്രോബാക്സ് കണ്ടുപിടിക്കും, എന്നിട്ട് നല്ല ഫൈൻ തരും. നമ്മൾ ഉപദേശിച്ചത് ഒരു സംരംഭമാണ്, കോടികൾ ചെലവാക്കിയിട്ടുണ്ട്, അവൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, ഇതെന്തോ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ കച്ചവടം പോലെയാണ് മിക്കവാറും ഉദ്യോഗസ്ഥന്മാരൊക്കെ സമീപനം. ആ സമീപനം മാറി കൃത്യമായ ഉപദേശങ്ങൾ കൊടുത്ത് ഇത് കൃത്യമാക്കി ചെയ്തെങ്കിലാണ് അതിന്റെ മെച്ചമുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തതിൽ കടക്കാം. അപ്പോൾ ക്ലബ് ഡൈൻ അങ്ങനെ കൂട്ടി മെയിൻ്റനൻസ് നമുക്ക് എഴുതി വെച്ചിട്ട് ഈ ബോർഡ് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം ആവാറായി. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. നമുക്ക് അടുത്തതിൽ കടക്കാം. അടുത്തെന്ന് പറയുന്നത് ഫുഡ് ബുക്ക്. അത് ഫുഡങ്ങാടി എന്ന് പറയും, പെരിന്തൽമണ്ണയുടെ ഫുഡങ്ങാടി. എല്ലാവർക്കും അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്പോട്ട് എന്നാണ് പറയപ്പെടുക. പെരിന്തൽമണ്ണയിൽ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. AC റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ചാർജിങ് ഒക്കെ ഒരു മീഡിയം ചാർജിങ് മീൻസ് അങ്ങനത്തെ ഒരു AC റെസ്റ്റോറൻറ്റിലൊരു ബിരിയാണിക്ക് പുറത്തൊക്കെ ഇപ്പോൾ 250 രൂപ മേടിക്കുകയാണെങ്കിൽ ഒരു 170, 150 അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബർ വരെ അങ്ങനെയാണ്. അപ്പോൾ ആ ഫുഡ് ബുക്ക് എന്ന് പറയുന്ന ആ ഫുഡങ്ങാടിയിൽ ഏറ്റവും നല്ല ജംഗ്ഷനിൽ അത്യാവശ്യം പാർക്കിങ് 2 സൈഡും നന്നായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും വെരി വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കട കണ്ടാൽ നമ്മളെ കണ്ണ് പൊളിപ്പോയി. അത്രയും സൂപ്പർ ഡെക്കറേഷനും അതിന്റെ ചെയറും ആക്സസറീസ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അത്ര കിടിലൻ സാധനമാണ് കൂട്ടിപ്പോയത്. ഇപ്പൊ അവിടെ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന ചിക്കിങ് വന്നിരിക്കുകയാണ്. ചിക്കിങ് കുഴപ്പമില്ലാതെ പോകുന്നു. അത് മാത്രമല്ല അതിൻ്റെ ഒരു ഭാഗം വീണ്ടും കട്ട് ചെയ്തിട്ട് ഫുഡി എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സിന്റെ ഒരു ഷോപ്പ്, ജ്യൂസും ഫ്രൂട്ട്സും ആണെന്നാണ് എൻ്റെ അറിവ്. പുതുതായിട്ട് ഇതിപ്പോൾ രണ്ടും തൊട്ടടുത്താണ് ഉദ്ഘാടനം കഴിച്ചത്. എന്ന് മാത്രമല്ല നമ്മൾ വലിയ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ചിക്കിങ്ങിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പല സ്ഥലത്തും KFC ഒക്കെ പോലെ തന്നെ സെൽഫ് സർവീസാണ്. ഈ സെൽഫ് സർവീസ് ഉണ്ടെങ്കിൽ തന്നെ കട പകുതി രക്ഷപ്പെട്ടു. കാരണം ആളുകൾ പല സ്ഥലത്തും, എക്സ്പെഷ്യലി മലപ്പുറം ജില്ലയിലാണ് എല്ലാ സാധനങ്ങൾക്കും വില കുറവും, എല്ലാ സാധനത്തിന്റെ പ്രൈസ് കുറവും ഒക്കെ. ആവശ്യമില്ലാത്ത വെച്ച് കഴിഞ്ഞാല് കഴിക്കുന്നതിന് ലാഭമാണ്, പക്ഷെ ഭയങ്കര വാടകയ്ക്കൊന്നും ഒരു കുറവില്ല ബിൽഡിങ്ങുകളൊന്നും. പക്ഷെ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാണ്. തീരെ മാർജിൻ ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് വാങ്ങിച്ചു കഴിക്കുന്നവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കട തുടങ്ങുന്നവർക്ക് ഇത് നടത്തിക്കൊണ്ട് ഒരു വലിയ പാടാണ്. കാരണം മിനിമം
മാർക്കറ്റിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റ് പോലും എടുക്കാതെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നാണ്. എങ്കിലും എല്ലാവരും നിലനിൽക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഫുഡ് ബുക്ക് അത് ഏകദേശം ഒരു കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ കൂട്ടി. അതും ഇതേപോലെ അതിന്റെ ഇന്റീരിയൽ മുതൽ എല്ലാം പൊളിച്ചു കളഞ്ഞാണ് പുതിയ കട വന്നത്. അത് കോടികൾ നഷ്ടം, അത് സാധനങ്ങൾ എല്ലാം ലോസ്. അപ്പൊ ഒരാളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് പൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, ചിന്തിക്കാൻ പറ്റില്ല, അത്രയും വലിയ കഷ്ടമാണ്. അപ്പൊ അതങ്ങനെ ഏറ്റവും പ്രീമിയം സ്പോട്ടിലാണ് പൊളിഞ്ഞു പോണത്. നമുക്ക് ലാസ്റ്റ് ഇതിനെ കുറിച്ചിട്ടൊരു ആകെ കൂടെ ഒരു വിലയിരുത്തൽ കൂടി നടത്താനുണ്ട്. പിന്നെ നമ്മൾ ഞാൻ അടുത്തത് ഫുഡ് അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ഹോസ്പിറ്റലിന്റെ അപ്പുറത്ത് അവിടെ പല ആൾക്കാരും ബിരിയാണി, മന്തി പലതും. പക്ഷെ പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം പരിസരത്തില്ല. ഒരു ബൈക്ക് കൊണ്ട് നിർത്തി അപ്പൊ പോലീസുകാർ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ ഇടിക്കും. അതുപോലെ വെള്ളം തീരല്ല. ഇപ്പൊ അത് പൊളിക്കാൻ പോവാണ് ബിൽഡിംഗ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഫെബ്രുവരി കൂടിയിട്ട് ഫ്രണ്ട് ഈ കാണുന്ന സാധനം ഈ മന്തി ആ ഒരു ഷെഡ് ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു പാർക്കിംഗ് ഉണ്ട്, അത് ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ആണ്. അതില്ലാത്തതുകൊണ്ടും ആ സ്ഥലത്തും തുടങ്ങിയിട്ടുള്ള കടകൾ കംപ്ലീറ്റ് ഒരു ഏകദേശം ഒരു 10ഓളം ടീം നടത്തി നോക്കി പൊളിഞ്ഞ് പാപ്പർ സുറ്റായിട്ടാണ്. വെള്ളമില്ല, വെള്ളം പുറത്തുനിന്ന് അടിക്കണം. ഡെയിലി ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ 2500-3500 രൂപ വെള്ളം ചുരുങ്ങിയത് അടിക്കേണ്ടി വരും. പിന്നെ പാർക്കിംഗ്, മറ്റുള്ള ഫെസിലിറ്റീസ്, പിന്നെ നല്ല ഇപ്പൊ റോഡ് ഇവിടെ വീതി കൂട്ടിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരു വണ്ടി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ മണ്ണ് പൊടിയാണ് ഈ ഹോട്ടലിനകത്ത് അടിച്ചു കയറുക. ഇനി ഗ്ലാസ് പോലത്തെ കാര്യങ്ങൾ ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് AC ആക്കണം. അപ്പൊ പിന്നെ ചെലവ് ഇവിടെ നിൽക്കില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അത് ശ്രദ്ധിക്കാതെ ബിൽഡിംഗ് ഓണറും അതുപോലെ മുമ്പെടുത്ത പാർട്ടീസും ഈ ടൗണിന്റെ മറ്റുള്ള കടക്കാരെ കച്ചവടം കണ്ടുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ തൊട്ടപ്പുറത്തുള്ള കടക്കാരെ നമ്മൾ ശരിക്കും വീക്ഷിച്ച അവരുടെ കടയുടെ മുമ്പിൽ പോലും ഒരു 30 കാറെങ്കിലും പാർക്ക് ചെയ്യാം, കടയുടെ മുമ്പിൽ പോലും. പിന്നെ 2 കൂട്ടർക്കും നല്ല പാർക്കിംഗ് ഒരു ഗ്രൗണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ അതിജീവിച്ചു പോകുന്നു. അവിടെ പാർക്കിംഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു ആംബിയൻസ് ഉള്ള കടക്ക് പാർക്കിംഗ് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 3 ഇനി അടുത്തേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഫുഡ് അങ്ങാടിയിൽ തന്നെ അടുത്ത ആംഗിളിൽ നോക്കുമ്പോൾ കാണാം ഉടുപ്പി റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അവർ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, കാരണം ബിൽഡിംഗ് തന്നെ അവരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ സ്പോട്ടില് അന്ന് മുമ്പ് ആ അറ്റത്തായിരുന്നു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. താഴെ അഭിഷേക് ബേക്കറി എന്ന് പറഞ്ഞാൽ വലിയൊരു ബേക്കറി ആയിരുന്നു. നെറ്റിലൊക്കെ അടിച്ചാൽ ഇപ്പോഴും കാണാം, നമുക്ക് സ്ക്രീനിൽ കാണാം. അവരും അതേപോലെ തുടങ്ങി പല രീതിയിലും ട്രൈ ചെയ്തു. ലാസ്റ്റ് അതേപോലെ ലക്ഷങ്ങളും കോടികളുടെ അടുത്തൊക്കെ പോയി കഷ്ടി ഏകദേശം ഒരു 1.5-2 വർഷത്തോളം നടത്തി പൊളിഞ്ഞു പാളീസായി. അത് ഞാൻ ഈ പറയുന്ന ഈ കടകളൊക്കെ മെയിൻ ജംഗ്ഷനാണ്, 4 ഭാഗത്തുനിന്ന് ആക്സസ് ഉണ്ട്, നല്ലോണം വണ്ടികൾ കൊടുന്ന് നിർത്താൻ പറ്റും. എന്നിട്ടാണ് അത് ലൈറ്റ്, ആംബിയൻസ്, അതിന്റെ ഫ്രണ്ടിലേക്കുള്ള ഷോ, ഇതിലെല്ലാം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാകും. അങ്ങനെ അഭിഷേക് ബേക്കറി ചൈനീസും ഫ്രൈഡ് റൈസും പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഇന്റീരിയർ കൊടുക്കാൻ അവർ വിട്ടുപോയി, അല്ലെങ്കിൽ അവരുള്ളതിൽ മെയിൻറ്റെയിൻ ചെയ്തു. ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡിഷുകൾ കൊണ്ടുവന്ന് അത് ലിമിറ്റഡ് മെനു ആക്കുക, ചിക്കൻ KFC പോലെ അത് ചെയ്യാൻ അവർ പറ്റിയില്ല. അതിനാൽ ആ ഒരു സ്പോട്ടിൽ അവർ പൊളിഞ്ഞു. ഇതേപോലെ ലക്ഷക്കണക്കിന് രൂപ പോയി. അവിടെ ഉടുപ്പി റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2024 ഡിസംബർ ലാസ്റ്റിലൊക്കെ ആയിട്ടാണ് അത് തുടങ്ങിയത്. ഡിസംബർ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് തുടങ്ങിയത്. ഇപ്പൊ ഒരു 1.5 മാസം 2 മാസമായി കുഴപ്പമില്ലാതെ അവർ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും വിൽസി, കാരണം ഓണർ ആയതുകൊണ്ട് ഒരു പക്ഷെ നിലനിന്ന് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി ഈ മറ്റേ പാലക്കാട് ഹൈവേ മീൻസ് ബൈപ്പാസ് അതിലൂടെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നവാബീസ്, അവർക്ക് വേറെ എവിടേക്കോ ഷവായി ഗ്രില്ല് ചിക്കൻ്റെ വലിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന ഇതാണ്. അവർ ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് പോലെ തുടങ്ങിയതാണ്. നല്ല ഗാനങ്ങളൊക്കെ നടത്തി അടിച്ച് പൊളിച്ച് ഉദ്ഘാടനമായിരുന്നു അവർ നടത്തിയത്. അത് നടത്തി അത് കഷ്ടി 2-3 മാസത്തെ കഴിഞ്ഞില്ല പൂട്ടിയത്. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോഗോ. അപ്പോൾ അവരിപ്പോൾ നവാബിയുടെ കൂടെ അയച്ചിട്ടില്ല തോന്നുന്നു. ഏകദേശം 2025 ഫെബ്രുവരി 14-നും 15-നും ഇനോഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് കണ്ടിരുന്നു. പോഗോ ആണ് ഇനി അവിടെ വരാൻ പോണ്. ഫ്രൈഡ് ചിക്കൻ. അപ്പൊ ഈ
ഒരു പുതിയ ട്രെൻഡിലുള്ള ബിസിനസ്സുകൾ വന്നിട്ട് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമുണ്ട്. കാരണം ഈ ഫ്രൈഡ് ചിക്കനും സാധനമൊന്നും ഈ മലയാളിനെ സംബന്ധിച്ച് സ്ഥിരം കഴിക്കാൻ പറ്റുന്നതല്ല. പിന്നെ മാത്രമല്ല നമ്മളെ നാടിനൊക്കെ ഒരു കൾച്ചർ ഉണ്ട്. അതൊക്കെ കുറച്ചൊക്കെ നോക്കിയും കണ്ടും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വീണ്ടും പണി കിട്ടും. പിന്നെ ഭയങ്കര വാടക ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വാടക എടുത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ A to Z എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പരിവാറാണ് പതിവ്. അപ്പോൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഈ നവാബീസ് അതിന് മുന്നേ വേറെ കടയിരുന്നു, അതിന് മുന്നേ വേറെ കടയിരുന്നു, അങ്ങനെ 8-10 കടക്കാർ വന്ന് പൂട്ടിയതാണ് ആ സ്തംഭം. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജികൾ ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നവും അഡ്വർടൈസ്മെന്റ് സിസ്റ്റം ആക്കാത്തതിന്റെ പ്രശ്നവും ജനങ്ങൾക്ക് 1-2 നേരം ആഴ്ചയിൽ ഒരു 1-2-3 പ്രാവശ്യം കഴിക്കാൻ പറ്റുന്ന ഫുഡുകളും വരാത്തത് കൊണ്ടാണ് അവർക്ക് അവിടെ സക്സസ് ആവാൻ പറ്റാത്തത്. പിന്നെ തന്നെ വലിയ കപ്പല് ഇരുത്തി സർവീസ് ചെയ്യുമ്പോൾ കണ്ടമാനം സ്റ്റാഫ് വേണം, AC, കറണ്ട് ബില്ല്, മറ്റു കാര്യങ്ങൾ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഒരു പരിധിയില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് വിശദമായി ഒരു 10 ദിവസം മുടക്കി ക്ഷമയോടുകൂടി പഠിച്ച ഈ ഒരു കോടി രൂപ ഒക്കെ ചെലവാക്കി ഇത് ലാഭിക്കാം. പക്ഷെ ഓണറാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള ബോധം എപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഭാഗവും വിശദമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു. അത് ചെയ്യാത്തോണ്ടാണ് ഇത്രയും ആളുകളെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പഠിക്കില്ല. അതാണ് മലയാളി. നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി നടക്കണം എപ്പോഴും കുറെ ആളുകൾ. എന്താവട്ടെ, അപ്പോൾ അടുത്തേക്ക് നമുക്ക് കിടക്കാം. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡ് ക്രോസ് ആയിട്ട് പാലക്കാടേക്ക് ലെഫ്റ്റ് പോവാം, വീണ്ടും പെരിന്തൽമണ്ണ കോഴിക്കോട് ഭാഗത്തേക്ക് റൈറ്റ് പോവാം. അപ്പോൾ ആ കോർണറിലാണ് മൗണ്ടൻ കഫേ. അത് ഭയങ്കര ഉള്ളിലൊക്കെ ഭയങ്കര ഡിസൈനിങ് ആണ്, ഭയങ്കര കണ്ണുകളിൽ പോകുന്ന ഒരു നല്ല ഡിസൈൻ, ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാണ്. ഷവർമ്മയുടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ 100 കണക്കിന് 100 പേരെങ്കിലും അവിടെ നടത്തിയെന്നാണ് ഞാൻ അറിഞ്ഞ റിപ്പോർട്ട്. പല ആളുകളും വന്ന് പല രീതിയിലും കാര്യങ്ങൾ ചെയ്തു വെക്കി. അവിടെ ഫ്രണ്ടിൽ കുറച്ച് കാറ് ഇടാം, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടിടാം. പക്ഷെ ആ ടേണിങ്ങിലായതുകൊണ്ടുള്ളൊരു വിഷയം അവിടെ എപ്പോഴും ഉണ്ട്. ആളുകൾക്ക് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് പോകുന്നവർക്ക് അങ്ങോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം റോഡ് എപ്പോഴും ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരും. ആ സൈഡിൽ നിന്ന് വരുന്നവർക്ക് കട കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു കട ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ അതിനെ ആ രീതിയിൽ ഒരു ബ്രാൻഡാക്കി കൊണ്ടുവന്ന് അതുപോലെ ആളുകൾക്ക് കഴിച്ചാൽ ഗുണം ചെയ്യുന്ന വിൻ വിൻ സിറ്റുവേഷനുള്ള ഫുഡ് ഉണ്ടെങ്കിലാണ് ആ നാട്ടിൽ കാര്യമായിട്ട് കളി നടക്കുള്ളൂ. കാരണം അതിന്റെ തൊട്ടടുത്ത് വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. പിന്നെ അപ്പുറത്തൊരു ടീ ഷോപ്പൊക്കെ ഉണ്ട്. അത് വൈകിട്ട് സമയത്ത് യൂത്തിന്റെ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട്. ഒരൊറ്റയ്ക്ക് ഒരു ചെറിയ കുഞ്ഞു പെട്ടിക്കട പോലത്തെ ഇതില് സെൽഫ് സർവീസ് ആണ് അവർ ചെയ്യുന്നത്. അവരുടെ കട വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പോകുന്നത് നമ്മൾ വീക്ഷിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ് അവിടെ ഓടുന്ന ചുറ്റുവട്ടത്ത്. ഇതൊക്കെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ശരിക്കും അനലൈസ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആ ഒരു വലിയ മൗണ്ടൻ കഫേ എന്ന് പറയുന്ന കെട്ടിടം, അതും ഇതേപോലെ പറഞ്ഞ 50,000-60,000 വാടകയുണ്ട്. വെള്ളം കുറച്ച് പ്രശ്നമാണ് ആ ബിൽഡിങ്ങിൽ നിന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. വേസ്റ്റ് വെള്ളവും ഇതുപോലെ പ്രശ്നമാണെന്നാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ള കടകളൊക്കെ പോയിട്ട് തലവെക്കുന്നവർ ശ്രദ്ധിക്കുക. കുറെ ആളുകൾ എന്നെ വിളിക്കലുണ്ട്, പലതിലും പോയി ചാടിയിട്ട് ഉള്ള 10 ലക്ഷം അവിടെ കൊണ്ടുപോയി തട്ടും. ആദ്യം ഒരു 10-20,000 രൂപ കൊടുത്ത് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി 10 ദിവസത്തിനോട് മെനക്കെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്ക്, ഉറപ്പല്ല സക്സസ്. പക്ഷെ അത് ചെയ്യേണ്ട അളവിലും ചെയ്യേണ്ട രീതിയിലും ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാവോ. എല്ലാ സ്ഥലത്തും എല്ലാം ഓടില്ല. ഊട്ടിയിൽ പോയിട്ട് ജ്യൂസ് കട തുടങ്ങി കഴിഞ്ഞാൽ പർട്ടിക്കുലർ ജ്യൂസ് കട അങ്ങോട്ട് ഓടിക്കണമെന്നില്ല. എന്നാൽ ഫ്രഷ് ജ്യൂസ് അടിക്കാം, ഐസ് ഇടാതെ, മീൻസ് മറ്റേ മധുരമില്ലാതെ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഫുള്ളി ജ്യൂസ് കട അവിടെ അത്ര ഇതല്ല, സക്സസ് അല്ല. അപ്പോൾ ഓരോ നാടും ഓരോ പ്രദേശത്തിന് സ്വഭാവത്തിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഇതിനൊക്കെ ഡിസൈൻ ചെയ്യാൻ. അല്ലെങ്കിൽ പണി പടത്തിലേക്ക് പോവാം. അതുപോലെ തന്നെ ഫുഡ് അങ്ങാടിയിലുള്ള മറ്റൊരു ഷോപ്പാണ് അമർ മന്തി. അതിപ്പോ പുതുതായിട്ട് വന്നതാണ്. ബിസിനസ് കുറച്ച് ഡള്ളായിട്ടൊക്കെയാണ് അവിടെ കാണുന്നത്, ഫീൽ ചെയ്യുന്നത്. അതും നിരവധി ആളുകൾ നടത്തി പപ്പർ സ്യൂട്ട് അടിച്ചൊരു സ്പേസ് ആണ്. അവർക്ക് കൊല്ലം ജില്ലയിലെ എവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങിയതാണെന്ന് അറിയാൻ സാധിച്ചത്. പലപ്പോഴും അവിടെ വളരെ മറ്റുള്ള കടകളിലൊക്കെ ഹൗസ്ഫുൾ ആണെങ്കിൽ പോലും ആ ഭാഗത്ത് വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കടയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്കും കച്ചവടം ഉണ്ടാവട്ടെ, നിലനിൽക്കട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. അമർ മന്തി. അപ്പോൾ നല്ല ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി ഡെക്കറേഷനാണ്. പക്ഷെ എന്താ പറയാ, മന്തി മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ അവിടുത്തെ ആളുകളുടെ കൾച്ചറും അതുപോലെ അവിടേക്കുള്ള പാർക്കിങ്ങും അതുപോലെ ആളുകൾക്കുള്ള ആ ബ്രാൻഡിനോടുള്ള വിശ്വാസവും അവരെന്ത് ചെയ്യുന്നില്ല,
കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സക്സസ് റേഷ്യോ കുറവാണ്. ഒരു കട തുടങ്ങുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും കസ്റ്റമർ കെയറിങ്ങിലാണെങ്കിലും. അതില്ലെങ്കിലും പൊട്ടും. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് കിടക്കാം നമുക്ക്. പാലക്കാട് റോഡിന് ഇപ്പോൾ പെരിന്തൽമണ്ണ എന്ന് വരുമ്പോൾ പാലക്കാട് റോഡ്, ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു പുണ്യകുറിശി ആ ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും 2 കടകൾ കാണാം. അപ്പോൾ ഈ കാണുന്നത് ഒരു വീട് പോലെ, കൊട്ടാരം പോലെ കാണുന്നുണ്ടല്ലേ, മെഷീനുകളൊക്കെ അങ്ങനെ തുരുപിടിച്ച പോലെ കിടക്കണ, ഇതും നിരവധി ആളുകൾ നടത്തിപ്പൊളിഞ്ഞാണ്. ഭയങ്കര വാടക. രണ്ടാമത് ആ ഹൈവേയിൽ അവിടെ നിർത്താൻ ആളുകൾക്ക് ഓർമ്മ വരാൻ, ഓർമ്മിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല. ഇവരെ ഒരു കടകൾ തുടങ്ങി ഉദ്ഘാടനം ചെയ്തെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ആ തുടക്കത്തിൽ ഒരു 10 ആൾ വന്ന് കയറി വെക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ കൂട്ടി. പിന്നെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ടേസ്റ്റ് ഉള്ള ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര അലംഭാവമാണ്. അങ്ങനെ വരുമ്പോൾ ഒരുത്തൻ കഴിച്ചു, നല്ല പ്രൈസ് ഉണ്ട്, പക്ഷെ കൊള്ളൂല. നിങ്ങൾ കഴിക്കുമോ? ഞാൻ കഴിക്കുമോ? ഒരു പ്രാവശ്യം പോകും, പെട്ടു, കഴിഞ്ഞു, പിന്നെ ആ വഴിക്ക് കിടക്കില്ല. എന്തുകൊണ്ടാ? അപ്പൊ ഇത്രയും ആ കടയുടെ ഒക്കെ ഫ്രണ്ട് കണ്ടില്ല, അത്യാവശ്യം പാർക്കിംഗും ഉണ്ട്. പക്ഷെ അവിടെ ആ സ്പോട്ടിൽ അത് ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് വിട്ടാണ് ആളുകൾ അങ്ങോട്ട് വരാൻ ചില കാരണങ്ങളൊന്നും സൃഷ്ടിക്കണം. ഈ പെരിന്തൽമണ്ണ ഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഈ എൻഡിൽ, ഈ കോഴിക്കോട് റോഡിൽ. ബ്രിഡ്ജ് വരെയാണ് പെരിന്തൽമണ്ണയായിട്ട് ഒരു ബിസിനസ് ഒരു വിധം കിട്ടുള്ളൂ. ആ ബ്രിഡ്ജ് കിടക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും 1/2 മണിക്കൂർ 1 മണിക്കൂർ ട്രാഫിക്കാണ്. അവിടുന്ന് കൊണ്ട് വേറെ നാട് പോലെ. ഞങ്ങളെ ഈ സ്ഥാപനമൊക്കെ ഉള്ളത് ആ ബ്രിഡ്ജിന്റെ ഇപ്പുറത്താണ്. ഇതൊരു വേറെ നാടാണെന്ന് പറയാം ശരിക്കും. അപ്പോൾ ഈ കോഴിക്കോടും ഇതൊക്കെ പോകുന്ന ആളുകളാണ് ഈ വഴിക്ക് കിടക്കുക. അപ്പൊ അതങ്ങനെ ആ ആ ഒരു പറഞ്ഞ 2 കടകളും 2 കടകളും മാറി മാറി പലരും നടത്തി 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 ഇപ്പൊ ഒരു 6 മാസമായിട്ട് ആരും എടുക്കാൻ വരുന്നില്ല. കാരണം അത്രയും കുറെ ആളുകളൊക്കെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നുണ്ട് ആ ഭാവമൊക്കെ. കാരണം അത്രയും പൈസ മുടക്കി. കാരണം ഈ പണിക്കാരെണ്ണം കൂടി കഴിഞ്ഞാൽ പിന്നെ അത് നിയന്ത്രിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പഠിക്കാത്ത ഒരാളെ കൊണ്ടും ആ സാധനം നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും കൂടിയിട്ട് കൂട്ടി താക്കോല് കയ്യിൽ വരും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഗൾഫിലെ പോലെ നിബന്ധന ഒന്നുമില്ലല്ലോ. ഇവൻ വന്നു, ഇവന് ഇഷ്ടമുള്ളപ്പോ അവൻ വരും, നിൽക്കും, പോവും. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ തന്നെ ബാഗ് എടുത്തിട്ട് വണ്ടി വിടും. പിന്നെ ഓണർ കിടന്നിട്ട് ഇങ്ങനെ പപ്പ അടിക്കേണ്ടി വരും. ഇതാണ് നമ്മളെ ജനറൽ അവസ്ഥ. ഇതിനൊരു പരിഹാരമില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ഗൾഫിലേ ഉള്ളൂ. അപ്പൊ പറ്റിയും ഗൾഫിൽ പോയി കട തുടങ്ങിക്കോന്നാണ് എന്റെ ഉപദേശം. നാട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും പൈസ പോകാത്ത പല രീതികളും ഉണ്ട്. ആ രീതികൾ നമ്മൾ മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ സംഭവം പശകളാണ്. അതുപോലെ തന്നെ നിങ്ങളെ പ്രസ്റ്റീജ്, അഭിമാനം, സകലതും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ കടകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്ത് അത് കൂട്ടുകാര്, ബന്ധുക്കള്, പൈസ, ലോണ്, സകല ഇടാകൂടങ്ങൾ ഒപ്പിച്ചിട്ടായിരിക്കും കട തുടങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് അത് പൊളിയാന്ന് പറഞ്ഞാൽ നാടിന്റെ സംരംഭമാണ്. ഉദ്യോഗസ്ഥന്മാരെ വേട്ട വേറെ ഉണ്ട്. പിന്നെ ഈ പണി അറിയാത്ത വേട്ട ഒളിയന്മാരുടെ അത് വേറെ പണി. ഈ കാശ് തുടങ്ങണ ഇവന് എന്തെങ്കിലും ബോധം വേണ്ടേ? കുറച്ച് കാശ് എവിടെന്നെങ്കിലും ഒപ്പിച്ച് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും തുടങ്ങണം. തുടങ്ങുന്നുണ്ടോ നിങ്ങളായിരിക്കണം അതിന്റെ ക്യാപ്റ്റൻ. നിങ്ങൾക്ക് സകലതിനെ കുറിച്ച് നല്ല അറിവ് വേണം. നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാൻ പറ്റും. അറിവാണ് ആയുധം. അതുപോലെ ആ ബൈപ്പാസിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അടുത്തൊരെണ്ണോട്ടേക്ക് ബൈപ്പാസാണ് ശരിക്കും കൂടുതൽ പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ കടകളും കുറച്ച് പാർക്കിംഗ് 2 സൈഡും ഉള്ളത്. ഹജി അലി വലിയ ബ്രാൻഡാണ്. കുട്ടി എന്തുകൊണ്ടായിരിക്കും കുട്ടി ഉണ്ടാവും? റോഡ് സൈഡിലും കുറച്ചൊക്കെ അങ്ങോട്ട് കൂടെ ഒതുക്കിയിടാം. പക്ഷെ ക്ലോസ് ആയി. എന്തുകൊണ്ടാ? പിന്നെ ഭയങ്കര ഇന്റീരിയലും പരിപാടിയും എസിയും സെറ്റപ്പൊക്കെ അടിപൊളിയാ. ബ്രാൻഡ് ഹാജി അലിയാണ്. എന്താ സംഭവം? പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാ സീസണിലും അതുപോലെ വരുമാനം വേണ്ടേ? ഈ പണിക്കാരെ ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതിന് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഡിഷും മെനുവും പ്രോഫിറ്റ് എടുക്കണം. ഷവർമ എന്ന് പറയുമ്പോൾ ഒരാളുകൾ ശരിക്കും ഷവർമ നടത്തിയവനറിയാം അതിന്റെ വിവരം എന്താന്നുള്ളത്. കാരണം 1 കിലോ ഇറച്ചി കറക്റ്റായിട്ട് വിറ്റിട്ടില്ലെങ്കിൽ 1 കിലോ ഇറച്ചി 400 ഗ്രാമായി ചുരുങ്ങും. അതിന് നിങ്ങൾ ഈ വെട്ടി കൊടുക്കണവന്റെ തലയ്ക്ക് ഒരു അല്പം ഓളമുള്ളവളാണെങ്കിൽ അവൻ ഒരാൾക്ക് വെട്ടിയിട്ട് കൊടുക്കും.
എത്ര 100-150 ഗ്രാം. അപ്പൊ എത്ര ഷവർമ്മ കിട്ടും? ഷവർമ്മക്കാരന്റെ കൂലി എന്താ? ഒരാൾ ഇവിടെ പഠിക്കാൻ മെനക്കെടാത്തതുകൊണ്ട് എന്നാ കണ്ടമാന സ്ഥലത്ത് ഇത് നടത്തുന്നുണ്ട്. ചെറിയ ലാഭം. അത്രയും സ്പീഡായിട്ട് പോയാൽ ഒരു 20 കിലോനെങ്കിലും സ്പീഡായിട്ട് വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴും ചെറിയ ശ്രദ്ധ തെറ്റിയാ പെശക. പിന്നെ വില കുറച്ചിട്ടുള്ള കടയാണെങ്കിൽ നോക്കണ്ട, 80-100. ഒരു 120, 150, 180 റേഞ്ചിലൊക്കെ ആണെങ്കിൽ പിടിച്ചു വെക്കാൻ സാധിക്കും. അല്ലെങ്കിലും ഈ ഇതിന്റെ പണി പ്രശ്നമാണ്. അപ്പോ ഷവർമ്മ കൊടുക്കുമ്പോൾ ഷവർമ്മ ശരിക്കും പഠിക്കാൻ മനസ്സിലാക്കുക. ഷവർമ്മ പ്ലസ് നമ്മൾ മേക്ക് ചെയ്യുന്ന ജ്യൂസ് കടയുടെ അകത്തൊന്നും ഇരുത്തി കൊടുക്കരുത്. പുറത്തോ എവിടെയെങ്കിലൊക്കെ ഇരുത്തി അങ്ങനെ സെൽഫ് സർവീസ് പോലെ ആണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ല. അതും സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യത കൂടുതലുള്ള പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഷവർമ്മയുടെ. പിന്നെ ഷവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷനായി അവന് കേസും പുലിവാലും കോടതി ഒക്കെ കയറി ഇറങ്ങാം. ഇതാണ് ഷവർമ്മയുടെ ഏറ്റവും വലിയ ദോഷം. പിന്നെ നിത്യാഹാരം ഒന്നല്ല. പിന്നെ കഴിച്ച സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല. നമുക്ക് കൂടുതൽ ഈ റൈസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കഴിച്ചിട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കണ്ട എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. പഠിച്ച് മെനക്കെട്ട് നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ, ഇതൊരു മരം നട്ട പോലെയാണ് സുഹൃത്തുക്കളെ. രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ. കൺഗ്രാറ്റ്സ്. അപ്പോൾ വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.